എത്രയാ? നീ തന്നേര് സാറേ. പിടിച്ച പിടിച്ച. എവിടെ കൂട്ടുകാരൻ? ആനന്ദു എവിടെയെന്ന്? ആനന്ദും കമ്പനി പൂട്ടിയോ? കൊറേ നാളായല്ലോ ആളെന്നൊക്കെ കണ്ടിട്ട്. കമ്പനി പൂട്ടിട്ടൊന്നുമില്ല. പിന്നെ പിന്നെ കുട്ടിയോട് എങ്ങനെ കള്ളം പറയാ? അർത്ഥം ചോദിച്ചത് കേട്ടില്ലേ? ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എല്ലാവരും അറിയട്ടെ. നാളെ അനന്തുവിന്റെ വിവാഹമാണെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? എങ്കിൽ പിന്നെ എന്തിനായിരുന്നു എന്റെ അടുത്ത് നാടകമൊക്കെ? എന്ത് നാടകം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് കാശ് ഞാൻ നിങ്ങളോട് കടം വാങ്ങിയിട്ടുണ്ട്, സമ്മതിച്ചു. അത് എത്രയും പെട്ടെന്ന് തിരികെ തരാം. അതിന് ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ വന്ന് ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. കാശിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. പക്ഷേ നിങ്ങൾ എന്നോട് ഈ കാണിച്ചതിന് ദൈവം ചോദിച്ചോളും. നിങ്ങളെ പോലുള്ള ഒരു ദുഷ്ടനെ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഇവിടുത്തെ കുട്ടിയോട് എനിക്ക് സഹതാപമാണ്. നാളെ കൂടുതൽ കാശ് കിട്ടുമ്പോ അതിനേതുപോലെ തള്ളിപ്പറയില്ലെന്ന് ആര് കണ്ടു? ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. നീ എന്ത് വിട്ടിത്തമാണ് മോളെ പറയുന്നത്? നമ്മുടെ തറവാടിന്റെ എല്ലാ ഐശ്വര്യമാണ് കേശവൻകുട്ടി. അവനെ വിൽക്കുകയോ? ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ ആളപായം ഉണ്ടാക്കുന്ന പ്രകൃതമാണെങ്കിൽ വെച്ചോണ്ടിരിക്കാതിരിക്കാ നല്ലത്. ഇനിയും എന്തൊക്കെ അനർത്ഥങ്ങൾ അവൻ വരുത്തി വെക്കാന്ന് ആർക്കറിയാം? ആനയും ബാബാമാരൊക്കെ ആവുമ്പോ ഇത് സാധാരണ പതിവാ. ഓ, എത്ര ബാബാമാരെ ആന ചവിട്ടി കൊന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ആനയെ കാട്ടിലോട്ട് തിരിച്ചുവിടുകയാണോ? പാപ്പാമാരെ ചവിട്ടി കൊല്ലുക എന്ന് പറയുന്നത് ആനയുടെ ഒരു അവകാശ. താനൊന്നും ഉണ്ടായിരിക്കും. മോളെ, നിന്റെ അച്ഛൻ മേമ്പുള്ളി മനയിൽ ചെന്നപ്പോഴാ തലയുയർത്തി നിൽക്കുന്ന കേശവൻകുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പ മോഹിച്ചതാ. പിന്നെ മുന്നോട്ടും പിന്നോട്ടും നോക്കിയില്ല. പറഞ്ഞ വില കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ അമ്മാവന്മാർക്ക് വേണ്ടി മോളുടെ തീരുമാനം മാറ്റണം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞത് തന്നെയാ. ആന പോയാൽ ഈ തറവാട്ടിന്റെ ഐശ്വര്യം പോകുമെങ്കിൽ പോയിക്കോട്ടെ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതല്ല എനിക്കൊന്നും. മുള്ളിക്കൽ തറവാട്ടിൽ ഇനി കേശവൻകുട്ടി ഉണ്ടാകാൻ പാടില്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ആദ്യം നമുക്ക് പുഴയിലോട്ട് പോകാം. അവിടെ വിസ്തരിച്ച് ഒരു കുളി. അതിനുശേഷം ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. മതി മതി മതി. ഇതും കൂടെ അങ്ങോട്ട് കൊടു. ഇതും കൂടെ കൊടുക്ക. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? അതെ, ഒന്നാം പാപ്പാനാകാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായാലും മാത്രം പോരാ. ഈ പേടി വെച്ചിട്ടാണെങ്കിൽ നീ ഒന്ന് പോയിട്ട് 10ാം പാപ്പാനാകുന്ന കാര്യം പോലും സംശയം. 10ാം പാപ്പാൻ എന്നൊരു തസ്തികയില്ല. അതെ, ഞാൻ ആനയുമായിട്ട് കൂടുതൽ എടുക്കാത്തതേ ആനയ്ക്ക് മനുഷ്യന്റെ അത്ര ബുദ്ധി ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുള്ളതുകൊണ്ട്. ആര് പറഞ്ഞു ആനയ്ക്ക് ബുദ്ധിയില്ലെന്ന്? നമ്മളെക്കാൾ ബുദ്ധിയും വിവരവും ആനയ്ക്കുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നീ ഇതൊന്ന് കൊടുത്തു നോക്കിയേ. എന്തിന് കൊടുത്തു നോക്ക്? കൊടുത്താലെന്താ? കൊടുത്തു നോക്ക്. ഞാനിവിടെ നിക്കല്ലേ. ഓഹോ, എന്നെ പരീക്ഷിച്ചു നോക്ക്. കേശവൻകുട്ടി, സാറിന്റെ ഇതൊന്ന് വാങ്ങിച്ചോ. പിന്നാനെ പിന്നാനെ അടങ്ങ കേശവൻകുട്ടി. ശങ്കരൻകുട്ടി, ആനയെ സ്നേഹം കൊണ്ടേ കീഴടക്കാൻ പറ്റൂ. അവന് വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കല്ലേ. നീ ആരാ? സർക്കസിലെ റിംഗ് മാസ്റ്ററോ? ഞാൻ റിംഗ് മാസ്റ്റർ ഒന്നും അല്ല. പക്ഷെ ബഫൂണുകളെ കണ്ട ആനയ്ക്ക് തിരിച്ചറിയാം. എന്നിട്ട് നിന്നെ കണ്ടിട്ട് ആന തിരിച്ചറിഞ്ഞില്ലല്ലോ. ഞാൻ ബഫൂൺ അല്ലാത്തോണ്ട്. ശങ്കരൻകുട്ടി, ഒരു ദുഃഖവാർത്തയുണ്ട്. കേശവൻകുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചു. വിറ്റേ മതിയാവുന്ന വിനീത കുഞ്ഞിന് ഒരേ നിർബന്ധം. അതാ നല്ലത്. വേഗം ചെല്ല്, പെട്ടിയൊക്കെടുത്ത് അടുക്കി വെച്ചോ. അത്രയും പെട്ടെന്ന് കിടന്ന് വിടാം. കണ്ടു പഠിക്കണവനെ. തറവാടിനോട് കൂറുള്ളവർക്ക് ഈ വിഷമവും ദുഃഖമൊക്കെ ഉണ്ടാവും. മനസാക്ഷി ഇല്ലാത്തവൻ. നീയൊക്കെ കാട്ടുപോത്തന്നെ ജമാനോടാ.
വെട്ടാൻ വരുന്ന കാട്ടുപോത്ത്. അതെ, ഏതാന്ന് ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. എടാ പരമക്കള്ള, നിന്റെ കളി ഇതോടെ കഴിഞ്ഞടാ. ശങ്കരൻകുട്ടി എന്ന പേരില ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താ അയാളുടെ മനസ്സിലുള്ളതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി നോക്കുക. ഞാൻ പറഞ്ഞു വിട്ടതുകൊണ്ട് എന്താവാൻ? അയാളോട് കണക്ക് തീർക്കാൻ ദയവായിട്ട് ഒരു അവസരം തന്നിരിക്കുക. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. അയാൾ നിന്റെ കൺമുന്നിൽ കിടന്ന് പേടിക്കണം. ബെസ്റ്റ് രാഗം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അർദ്ധരാത്രി നിന്റെ ക്ലാസിക്കൽ കച്ചേരിയൊന്നും വേണ്ട ഇവിടെ. പാടാത്ര മുട്ടിക്കാണെങ്കിൽ പാടത്തങ്ങനെ പോയിരുന്നു പാട്. മനുഷ്യനോടെ പകലും പണിയെടുത്ത് നട്ടലൊടിഞ്ഞ് തിരി സ്വസ്ഥതയോടെ ഉറങ്ങണം. ഒരു ആസ്ഥാന ഗായകൻ വന്നിരിക്കുന്നു. ഗാനഭാഷാണം.